ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫോർത്ത് സെമസ്റ്റർ സ്പെക്ട്രത്തിലെ വാട്ട് വർക്ക് ഈസ് എന്നുള്ള ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വാട്ട് വർക്ക് ഈസ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഫിലിപ്പ് ലെവിനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോമാണ് ഈ ഒരു ചാപ്റ്റർ. അദ്ദേഹം 1925 ജനുവരി 10 ജനിച്ചത്. റഷ്യൻ ജൂയിഷ് ആയിട്ടുള്ള ഇമിഗ്രൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാരൻസ്. തൻ്റെ 14ാമത്തെ വയസ്സിൽ തന്നെ ഫാക്ടറീസിൽ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഓൺ ദ എഡ്ജ്, നോട്ട് ദിസ് പിഗ് ദേ ഫീഡ് ദ ലയൺ, 1933, ദ നെയിംസ് ഓഫ് ദ ലാസ്റ്റ് 7 years ഫ്രം സംവർ, ആഷസ്, പോയം, ദ മേഴ്സി, ന്യൂസ് ഓഫ് ദ വേൾഡ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില വർക്കുകളാണ്, ചില ഫേമസ് വർക്കുകളാണ്. 1995 അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ദ സിമ്പിൾ ട്രൂത്ത് എന്ന് പറയുന്ന വർക്കിനാണ് അത് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് വർക്കുകളും ഓട്ടോബയോഗ്രഫിക്കാണ്. അതൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പല ജോബുകൾ, അദ്ദേഹം ഫോഴ്സ് ചെയ്യപ്പെട്ടതായിരുന്നു പല ജോബുകളും ചെയ്യാനായിട്ട്. അതിനൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പോയത്തിലൂടെ ലെവിൻ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എങ്ങനെയാണ് മാനുവൽ ലേബർ, കൂലിപ്പണിക്കാരനെ എത്രത്തോളം റിപ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു ജോലി എത്രത്തോളം താഴ്ന്നതാണ് എന്നൊക്കെയാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ മിസറബിൾ കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ്, ദെയർ ലോൺലിനെസ്, ഡിപ്രഷൻ, ഹെൽപ്ലെസ്നെസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പോയത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് യു എന്ന് പറയുന്ന ടേമിലാണ്. ആ ഒരു യു എന്നുള്ളത് അദ്ദേഹം കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് വായിക്കുന്ന നമ്മൾക്ക് ഹു റീഡ്സ് ദ പോയറ്റ് ഈസ് able to generate empathy for the voiceless worker. വോയിസ്ലെസ് ആയിട്ടുള്ള വർക്കേഴ്സിന് നേരെ ഒരു എമ്പതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് യു എന്നുള്ള ഒരു ടേം പോയറ്റ് യൂസ് ചെയ്യുമ്പോൾ പോയറ്റിന് സാധിക്കുന്നുണ്ട്. വായിക്കുന്ന വായനക്കാർക്ക് ആ ഒരു വർക്കേഴ്സിനോട് ഒരു സഹായാനുഭൂതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള യു എന്ന് കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതൊക്കെ ആളുകൾ അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മണി ഉണ്ടാക്കുന്നത് എന്തിനാണ്? അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും മനുഷ്യന്മാരും could be defined as a worker at some stage in his or her life. ഏതൊരു വ്യക്തിയും അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലൊരു വർക്കറായിട്ട് മാറിയിട്ടുണ്ടാകും എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ അദ്ദേഹം യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വിത്ത് വിച്ച് ദ പോയം ബിഗിൻസ് ഈസ് ദ ഇൻഡിക്കേറ്റീവ് ഓഫ് ദ കളക്റ്റീവ് നേച്ചർ ആൻഡ് സോളിഡാരിറ്റി ഓഫ് ദ വർക്കേഴ്സിനെ ഒരു കളക്റ്റീവായിട്ട്, വർക്കേഴ്സിൽ ഒരാളാണ് താൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കാണിക്കാനും, അതായത് താനും അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള രീതി കാണിക്കാനും, അതുപോലെ തന്നെ വർക്കേഴ്സിനിടയിലുള്ള ഒരു സോളിഡാരിറ്റി കാണിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വി എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പോയം നോക്കാം. വി സ്റ്റാൻഡ് ഇൻ ദ റെയിൻ ഇൻ എ ലോങ് ലൈൻ വെയിറ്റിംഗ് അറ്റ് ഫോർഡ് ഹൈലാൻഡ് പാർക്ക് ഫോർ വർക്ക്. ഞങ്ങൾ മഴ പെയ്യുന്ന ഒരു സമയത്ത് ലോങ് ലൈനിലായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഫോർഡ് ഹൈലാൻഡ് പാർക്കിൽ. ഫോർഡ് ഹൈലാൻഡ് പാർക്ക് എന്ന് പറയുന്നത് ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. 91 മാഞ്ചസ്റ്റർ അവന്യൂവിൽ അവിടെ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ വർക്കേഴ്സ് മഴ പെയ്യുന്ന സമയത്ത് ലോങ് ലൈനിലായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത്? ഫോർ വർക്ക്, ജോലിക്ക് വേണ്ടിയിട്ടാണ്. യു നോ വാട്ട് വർക്ക് ഈസ്, ഇഫ് യു ആർ ഓൾഡ് ഇനഫ് ടു റീഡ് ദിസ് യു നോ വാട്ട് വർക്ക് ഈസ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയാം ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നിങ്ങൾക്ക് ഈ ഒരു പോയം അത് വായിക്കാനുള്ള ഒരു ഏജ് എത്തിയിട്ടുണ്ടെങ്കിൽ, അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഏജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓൾദോ യു മേ നോട്ട് ഡു ഇറ്റ്, ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ജോലി ചെയ്യുന്നവരായിരിക്കില്ല. അതായത് ഈ ഒരു പോയം വായിക്കുന്ന വ്യക്തികൾ ചിലപ്പം ജോലി ചെയ്യുന്ന ആളുകളായിക്കൊള്ളണം എന്നില്ല. എങ്കിൽ കൂടി നിങ്ങൾക്കിത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. Forget you, this is about waiting, shifting from one food to another, feeling the light rain falling like moss into your hair, blurring your vision. അദ്ദേഹം പറയാണ്, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് ആണ്, കാത്തുനിൽപ്പാണ്, നീണ്ടു നിൽക്കുന്ന ഒരു കാത്തുനിൽപ്പാണ്. ഒരു കാല് വേദനിക്കുമ്പോൾ ആ ഒരു കാലിൻ്റെ മറ്റൊരു കാലിലേക്ക് ബാലൻസ് കൊടുത്തിട്ട്, അതാണ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ഫുഡ് ടു അനദർ. അതുപോലെ തന്നെ മഴ പെയ്യുന്നത്, ഫീലിംഗ് ദ ലൈറ്റ് റെയിൻ ഫോളിങ് ലൈക്ക് മിസ്റ്റ് ഇൻ ടു യുവർ ഹെയർ, മഴ ഇങ്ങനെ
വന്ന് വീഴുന്നത് ഫീൽ ചെയ്തുകൊണ്ടിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. ബ്ലറിങ് യുവർ വിഷൻ. അപ്പോൾ ആ ഒരു മഴ കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വിഷൻ മങ്ങുന്നുണ്ടായിരിക്കും, കാഴ്ച മങ്ങുന്നുണ്ടായിരിക്കും. ഇവിടെ കണ്ണാട വെച്ച ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടിൽ യു തിങ്ക് യു see your brother ahead of you, maybe 10 places, you rub your glasses with your fingers and of course it's someone else brother. അപ്പോൾ അങ്ങനെ വിഷൻ ബ്ലർ ആയിരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ബ്രദറായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ ഒരുപാട് സ്ഥലത്ത് മേ ബി 10 പ്ലേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 10 പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറായിട്ട് തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗ്ലാസ് ഒന്ന് എടുത്ത് അതൊന്ന് തുടച്ച് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അതൊന്ന് തുടച്ചു. എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അത് നിങ്ങളുടെ ബ്രദറല്ല, വേറെ ആരുടെയോ ബ്രദറാണെന്ന്. narrower across their shoulder than your, but with the same sad slouch, the green that does not hide the stubbornness. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഷോൾഡറിനേക്കാൾ നേരോ ആയിട്ടുള്ളതായിരിക്കാം. പക്ഷേ അദ്ദേഹം നിൽക്കുന്നത് അതേ ഒരു സെയിം ആയിട്ടുള്ള സാഡ് സ്ലൗച്ച് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഇങ്ങനെ കുനിഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. നിങ്ങളെങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഒരു എക്സാക്റ്റ് പൊസിഷനിലായിരിക്കും അദ്ദേഹം നിൽക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ ദ ഗ്രീൻ ദാറ്റ് ഡസ് നോട്ട് ഹൈഡ് ദ സ്റ്റബ്ബോൺനെസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റബ്ബോൺനെസ്, ജോലി കിട്ടിയിട്ടേ ഇവിടുന്ന് പോകൂ എന്നുള്ള ആ ഒരു സ്റ്റബ്ബോൺനെസ് ഹൈഡ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഗ്രീന്. ദ സാഡ് റെഫ്യൂസൽ ടു ഗീവ് ഇൻ ടു റെയിൻ ടു ദ ഹവേഴ്സ് ഓഫ് വേസ്റ്റഡ് വെയിറ്റിംഗ് ടു ദ നോളജ് ദാറ്റ് സംവൺ അഹെഡ് എ മാൻ ഈസ് വെയിറ്റിംഗ് ഹൂ വിൽ സേ നോ വി ആർ നോട്ട് ഹയറിങ് ടുഡേ. പക്ഷേ എന്നിട്ട് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു മഴയുടെ മുന്നിൽ കീഴടങ്ങാനുള്ള ഒരു താല്പര്യമില്ല. റെഫ്യൂസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർപ്പാണ്. അപ്പോൾ മഴ പെയ്തിട്ടും അവിടെ നിന്നിട്ട് കീഴടങ്ങിയിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ജോലി കിട്ടിയിട്ടേ പോവൂ എന്ന് കരുതി അവിടെ നിൽക്കുകയാണ്. ടു ദ അവേഴ്സ് ഓഫ് വേസ്റ്റഡ് വെയിറ്റിംഗ്. ഒരു പക്ഷേ അങ്ങനെ ഒരുപാട് നേരം കാത്തു നിൽക്കുന്ന ആ ഒരു കാത്തുനിൽപ്പ് വേസ്റ്റായിട്ട് മാറുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് അത് വേസ്റ്റായിട്ട് മാറുന്നത്? ടു ദ നോളജ് ദാറ്റ് സംവെയർ അഹെഡ് എ മാൻ ഈസ് വെയിറ്റിംഗ് ഹു വിൽ സേ നോ വി ആർ നോട്ട് ഹയറിങ് ടുഡേ. അത് വേസ്റ്റ് ആവുന്നത് കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പിന്നീട് അയാൾ നിങ്ങളോട് നോ, ഇന്ന് ഞങ്ങൾ ആരെയും ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രയും നീണ്ട നേരത്തെ കാത്തിരിപ്പ് ആ ഒരു നോ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ അതൊരു വേസ്റ്റഡ് വെയിറ്റിംഗ് ആയിട്ട് മാറി. ഫോർ എനി റീസൺ ഹി വാണ്ട്സ്. അപ്പോൾ ആ ഒരു വ്യക്തി ഹയർ ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാരണം അത് അയാൾക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന അയാളുടേതായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കാം. യു ലവ് യുവർ ബ്രദർ നൗ സഡൻലി യു ക്യാൻ ഹാർഡ്ലി സ്റ്റാൻഡ് ദ ലവ് ഫ്ലഡ് ഇൻ യു ഫോർ യുവർ ബ്രദർ ഹൂ ഈസ് നോട്ട് ബിസൈഡ് യു ബിഹൈൻഡ് ഓർ എഹെഡ് ബിക്കോസ് ഹീ ഈസ് ഹോം ട്രൈയിങ് ടു സ്ലീപ്പ് ഓഫ് എ മിസറബിൾ നൈറ്റ് ഷിഫ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറിനെ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറിനോടുള്ള ആ ഒരു സ്നേഹം സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. യു ഫോർ യുവർ ബ്രദർ, നിങ്ങളുടെ ബ്രദർ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരു ബ്രദർ, ഹൂ ഈസ് നോട്ട് ബിസൈഡ് യു, നിങ്ങളുടെ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലോ ഒന്നും ഇല്ലാത്ത ഒരു ബ്രദർ, ബിക്കോസ് ഹീ ഈസ് ഹോം ട്രൈയിങ് ടു സ്ലീപ്പ് ഓഫ് എ മിസറബിൾ നൈറ്റ് ഷിഫ്റ്റ്. കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ വീട്ടിലാണ്, നിങ്ങളുടെ ബ്രദർ. അദ്ദേഹം ഒരു മിസറബിൾ ആയിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുകയാണ്. കാഡിലാക്ക്, സോ ഹി ക്യാൻ ഗെറ്റ് അപ്പ് ബിഫോർ നൂൺ ടു സ്റ്റഡി ഹിസ് ജർമ്മൻ. കാഡിലാക്കിൽ ജോലി ചെയ്യുന്ന, കാഡിലാക്ക് എന്ന് പറയുന്നത് ലക്ഷറി വെഹിക്കിൾസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു ബ്രദർ ഇപ്പോൾ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നൂണിന് മുന്നേ എഴുന്നേൽക്കാനായിട്ട്, നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഉറങ്ങിയിട്ട് പിന്നെ നൂണിന് മുന്നേ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് എഴുന്നേൽക്കുന്നത്? ടു സ്റ്റഡി ഹിസ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വർക്ക് 8 hours എ നൈറ്റ് സോ ഹി ക്യാൻ സിങ് വാഗ്നർ ദ ഒപ്പറ യു ഹെയ്റ്റ് മോസ്റ്റ് ദ വേഴ്സ്റ്റ് മ്യൂസിക് എവർ ഇൻവെൻറ്റഡ്. അപ്പോൾ അയാൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് രാത്രിയിൽ. എന്തിനാണ് അങ്ങനെ ജോലി ചെയ്യുന്നത്? സോ ഹി ക്യാൻ സിങ് വാഗ്നർ എന്ന് പറയുന്നത് റിച്ചാർഡ് വാഗ്നറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഒരു കമ്പോസർ, ഡയറക്ടർ, കണ്ടക്ടർ ഓഫ് ഒപ്പേറാസ് കണ്ടക്ട് ചെയ്യുന്ന, കമ്പോസ് ചെയ്യുന്ന, അതുപോലെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പേറ പാടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്നതും ഉറങ്ങിയിട്ട് പിന്നീട് നൂണിന് മുന്നായിട്ട് എഴുന്നേൽക്കുന്നതും ഒക്കെ. ദ ഒപ്പറ യു ഹെയ്റ്റ് ദ മോസ്റ്റ്, നിങ്ങൾക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ ഒരു ഒപ്പറ ആയിരിക്കാം അത്. ദ വേഴ്സ്റ്റ് മ്യൂസിക് എവർ ഇൻവെൻറ്റഡ്, ഒരു പക്ഷേ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും ആ ഒരു ഒപ്പേറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കിടന്ന് വീണ്ടും അടുത്ത എണീക്കുമ്പോൾ വീണ്ടും വേറൊരു ജോലിയാണ്. ഇവിടെ ഇതൊക്കെ ഒരു കൂലിപ്പണിക്കാരൻ്റെ
കഷ്ടപ്പാടുകളെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഒപ്പറേനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്. ഏതൊരു ജോലി ആയിക്കോട്ടെ അതിന് അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. ഇത് രണ്ടും സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കാം ഈ പോയറ്റ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി പോയറ്റ് നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് യു ടോൾഡ് ഹിം യു ലവ്ഡ് ഹിം, ഹെൽഡ് ഹീസ് വൈറ്റ് ഷോൾഡർ. നിങ്ങൾ എത്ര കാലമായി അയാളോട്, നിങ്ങളുടെ ഒരു ബ്രദറിനോട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കൈയിട്ടിട്ട്, ഓപ്പൺഡ് യുവർ ഐസ് വൈഡ് ആൻഡ് സെഡ് ദോസ് വേർഡ്സ് ആൻഡ് മേ ബി കിസ്ഡ് ഹിസ് ചീക്സ്. നിങ്ങളുടെ കണ്ണുകളൊക്കെ നല്ല വൈഡായി തുറന്ന് ഈ ഒരു കാര്യം, വേർഡ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. മേ ബി കിസ്ഡ് ഹിസ് ചീക്സ്. യു ഹാവ് നെവർ ഡൺ സം തിങ്സ് സോ സിമ്പിൾ സോ ഒബ്വിയസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു പക്ഷേ ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒബ്വിയസ്, നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോട്ട് ബിക്കോസ് യു ആർ ടു യങ്, നിങ്ങൾ വളരെയധികം യങ് ആയതുകൊണ്ടൊന്നല്ല അത് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള റീസൺ. ഓർ ടു ഡംബ്, നിങ്ങളൊരു മണ്ടനായതുകൊണ്ടോ അല്ല. നോട്ട് ബിക്കോസ് യു ആർ ജലസ്, നിങ്ങൾ ആ ഒരു വ്യക്തിയോട് അസൂയാലു ആയതുകൊണ്ടല്ല, അസൂയ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടല്ല. ഓർ വെരി മീൻ, ഒരു മീനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടോ അല്ല. ഇൻകാപ്പബിൾ ഓഫ് ക്രൈയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ മാൻ, മറ്റൊരു ആളുടെ മുന്നിൽ കരയാനായിട്ട് കഴിവില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടോ അല്ല നിങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും പറയാതിരുന്നത്, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നത്. ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് നോട്ട് വർക്ക് ഈസ്, നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതായത് വർക്കിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് എന്ന്. അപ്പോൾ ഈ ഒരു വരിയിൽ, ലാസ്റ്റ് വരികളിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ പലപ്പോഴും നമ്മളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നില്ല, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്ത് തരം ജോലി ആയിക്കോട്ടെ ചെയ്യുന്നത്, ഏതൊരു ജോലി അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിൻ്റെ മഹത്വം അതിനുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു പോയറ്റ് പറയുന്നത്. അപ്പോൾ ഒരു മാനുവൽ വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് അത് സൂചിപ്പിക്കുന്ന ഒരു പോയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.